ഹലോ, ഞാനേ 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ മോര് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ മിൽക്ക് സ്പ്രേ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെടികളിൽ നിറച്ച് പൂക്കൾ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. 1 ലിറ്റർ വെള്ളത്തിൽ 3 ടീസ്പൂൺ മോരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ തൈരാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തൈര് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് നല്ല സ്മൂത്താക്കി എടുക്കുക. അതിന് ശേഷം നമ്മൾ ഒരു 3 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ലയിച്ച് കിട്ടണം. അതിന് ശേഷം വേണം നമ്മൾ ചെടികളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പ്ലാന്റിലൊക്കെ നിറയെ പൂക്കൾ ഉണ്ടാവാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലേ? നമ്മൾ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസറുകൾ കുറേ കൊടുക്കും. പക്ഷേ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ചെടി ഒട്ടും ഹെൽത്തി ആയിരിക്കില്ല. കുറേ പൂക്കാൻ വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസറുകൾ കൊടുക്കും, ചെടി പൂക്കുകയും ലാസ്റ്റ് ചെടി നശിച്ചു പോവുകയും ചെയ്യും. എപ്പോഴും നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കണം. അതിനുശേഷം വേണം ആ പ്ലാന്റിന് നമ്മൾ പൂക്കാനുള്ള ഫെർട്ടിലൈസറുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ബട്ടർ മിൽക്ക് സ്പ്രേ ഉണ്ടാക്കി അത് ചെടികൾക്ക് കൊടുക്കുമ്പോൾ, ഇപ്പോൾ റോസ് പ്ലാന്റിനൊക്കെ കൊടുക്കുമ്പോൾ അതിലെങ്ങനെയാണ് നിറച്ച് പൂക്കൾ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം തന്നെ ചെടിയെ നല്ല ഹെൽത്തി ആക്കി മാറ്റുകയാണ്. ചെടിയെ ഹെൽത്തി ആക്കി മാറ്റുമ്പോൾ അതിൻ്റെ ഇലകളൊക്കെ നന്നായിട്ട് വരും, അതുപോലെ നല്ല പച്ചിലകളായിട്ട് മാറും. അപ്പോൾ ചെടി ഹെൽത്തി ആവും തോറും ചെടിയിൽ സ്വാഭാവികമായിട്ടും നിറയെ പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങുകയും ചെയ്യും. 10 ദിവസം കൂടുമ്പോൾ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചെടികളുടെ എല്ലാ ഇലകളിലും എത്താനായിട്ട് ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 10 ദിവസം കഴിയുമ്പോൾ പിന്നീടും ഇത് ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വരാൻ സഹായിക്കും. മോര് ഒരിക്കലും നിറയെ പൂക്കൾ ഉണ്ടാക്കാനുള്ള ഒരു വളമല്ല. മോര് ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റിനെ നല്ല ഹെൽത്തി ആക്കി മാറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് എപ്പോഴും നിറയെ പൂക്കൾ തരുകയും ചെയ്യും. എപ്പോഴും നമ്മൾ പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുത്ത് ചെടിയെ നശിപ്പിക്കാതെ ആദ്യം ചെടിയെ ഹെൽത്തി ആക്കി മാറ്റിയതിന് ശേഷം മാത്രം പൂക്കൾ ഉണ്ടാവാനുള്ള ഫെർട്ടിലൈസറുകൾ കൊടുക്കുക. ഈ ബട്ടർ മിൽക്ക് സ്പ്രേ നമ്മുടെ റോസ് പ്ലാന്റിനെ നല്ല ഹെൽത്തി ആക്കി മാറ്റുകയും ചെയ്യും. അപ്പോൾ ഒരു 7 ദിവസം കഴിഞ്ഞിട്ട്, ഈ സ്പ്രേ അടിച്ച് 7 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് പൂക്കൾ ഉണ്ടാവാനുള്ള ഫെർട്ടിലൈസറുകൾ കൊടുക്കാം. ചുവന്നുള്ളിയുടെ തൊലി, പഴത്തൊലി, മുട്ടത്തോട് ഇതൊക്കെ നന്നായിട്ട് പൂവുണ്ടാവാൻ സഹായിക്കും. ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഫ്ലവേഴ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. 1 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിൽ 2 പഴത്തിൻ്റെ തൊലി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് 2 ദിവസം വെച്ചിട്ട് ആ വെള്ളം നമുക്ക് അരിച്ചെടുത്ത് ഇതുപോലെ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിൽ നിറയെ പൂക്കളുണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ ചെടിയെ ഹെൽത്തി ആക്കിയതിന് ശേഷം മാത്രം നിറയെ പൂക്കൾ ഇടാനുള്ള ഫെർട്ടിലൈസറുകൾ കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ചെടി ഒരുപാട് കാലം നശിക്കാതെ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു. പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം.